പ്രിയ സുഹൃത്തുക്കളെ, അള്ളാഹു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും കൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇത് മറക്കരുതേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ലൈക്ക് ചെയ്യണേ. നമ്മുടെ ഹൈറായ എന്തുദ്ദേശങ്ങളും 7 ദിവസത്തിനുള്ളിൽ നടക്കാൻ ഉള്ള ഒരു ദിക്റുകളും ദുആകളുമാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ ഹൈറായ എന്താവശ്യമുണ്ടെങ്കിലും ഇതുപോലെ ചെയ്താൽ 7 ദിവസത്തിനുള്ളിൽ അത് നടക്കും. ആ 7 ദിവസവും ചെല്ലേണ്ട ദിക്റുകളാണ്. എല്ലാവരും പരിശ്രമിച്ച് നോക്കൂ. ഒരുപാട് ആൾക്കാർക്ക് ഫലം കണ്ട ദിക്റുകളാണ്. ഓരോ ദിവസവും ചെല്ലുന്നതാണ്. ഒരാഴ്ച ചെല്ലാവുന്നതാണ്. ശനിയാഴ്ച മുതൽ തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച വരെ 7 ദിവസം മുടങ്ങാതെ ഈ കാര്യം ചെയ്യുക. നിങ്ങൾക്ക് സൗകര്യമുള്ള ഏത് സമയത്ത് വേണമെങ്കിലും ചെല്ലാം. സുബഹിക്ക് ശേഷമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇശാ മഗ്‌രിബിന് ശേഷമാണെങ്കിൽ അങ്ങനെ. നമുക്ക് സൗകര്യമുള്ള ഏത് സമയത്തും നമസ്കാരത്തിന് ശേഷം ചൊല്ലുക. 5 വഖ്ത് ഫർളായ നമസ്കാരങ്ങൾ ശേഷം ആത്മാർത്ഥമായിട്ട് തഖ്വയോടുകൂടി ചൊല്ലുക. ഏത് ദുആ ചെല്ലാൻ തുടങ്ങുമ്പോഴും ഏത് ദിക്ർ ചെല്ലാൻ തുടങ്ങുമ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. എത്ര സ്വലാത്ത് ചൊല്ലിയാലും നല്ലതാണ്. സ്വലാത്ത് ചൊല്ലുന്തോറും പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കും, ദുആയ്ക്ക് ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരാഴ്ച മുടങ്ങാതെ ചൊല്ലിയാൽ ഈ ദിക്റുകളുടെ മഹത്വം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാകും. ഈ പറയുന്ന ഓരോ ദിക്റും ദിവസവും 100 പ്രാവശ്യം വീതം ചൊല്ലുക. ഒന്നാമത്തെ ദിവസം ചൊല്ലേണ്ട ദിക്ർ, ആദ്യത്തെ ദിക്ർ യാ റഹ്മാനു യാ റഹീം, യാ റഹ്മാനു യാ റഹീം, യാ റഹ്മാനു യാ റഹീം. പരമകാരുണികനായ അല്ലാഹുവേ, അത്യന്തം ദയയുള്ള അല്ലാഹുവേ. ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ വിഷമങ്ങളും ദുഃഖങ്ങളും കുറയാൻ സഹായിക്കുന്നു. അല്ലാഹുവിൻ്റെ കരുണയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. രണ്ടാമത്തെ ദിവസം ചൊല്ലേണ്ടുന്ന ദിക്ർ യാ വാഹിദ് യാ അഹദ്, യാ വാഹിദ് യാ അഹദ്. ഏകനായ അല്ലാഹുവേ, ഒരേ ഒരു ആരാധനയ്ക്ക് അർഹനായ അല്ലാഹുവേ. നമ്മൾ ഈ ദിക്ർ ചൊല്ലുന്തോറും നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിനോടുള്ള ബന്ധം കൂടുതൽ വർദ്ധിക്കുകയും ദുആ സ്വീകരിക്കപ്പെടാൻ നിയ്യത്തുകൾ പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യും. മൂന്നാമത്തെ ദിവസം ചൊല്ലേണ്ട ദിക്ർ യാ സമദ് യാ ഫർദ്, യാ സമദ് യാ ഫർദ്. എല്ലാവർക്കും ആശ്രയവനായ അല്ലാഹുവേ, ഏകത്വത്തിൽ അതുല്യനായ അല്ലാഹുവേ. പ്രയാസങ്ങളിലും വിഷമങ്ങളിലും ആശ്വാസം ലഭിക്കാൻ സഹായകമാകുന്ന ദിക്റാണ് ഈ ദിക്ർ. നാലാമത്തെ ദിവസം ചൊല്ലേണ്ട ദിക്ർ യാ ഹയ്യു യാ ഖയ്യൂം. എന്നേക്കുമായി ജീവിച്ചിരിക്കുന്ന അല്ലാഹുവേ, സകലത്തെയും നിലനിർത്തുന്നതായ അല്ലാഹുവേ. അല്ലാഹുവിനോടുള്ള തവക്കുൽ വർദ്ധിക്കുകയും പേടി, ഉത്കണ്ഠ, നിരാശ എന്നിവ കുറക്കാൻ സഹായകരമായ ദിക്റാണ് ഈ ദിക്ർ. അഞ്ചാമത്തെ ദിവസം ചൊല്ലാവുന്ന ദിക്റാണ് യാ ഹന്നാനു യാ മന്നാനു. അപാരമായ സ്നേഹവും കരുണയും ഉള്ള അല്ലാഹുവേ, അനവധി അനുഗ്രഹങ്ങൾ നൽകുന്ന അല്ലാഹുവേ. നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അകറ്റാൻ ഏറ്റവും സഹായകരമായ ദിക്റാണ്. നമ്മുടെ ഇത് റിസ്കിലും വർധനവും ഉണ്ടാകും, ബർക്കത്തിലും ഉണ്ടാകും. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടാം. ആറാമത്തെ ദിക്ർ യാദൽ ജലാലി വല്ലിക്റാം, യാദൽ ജലാലി വല്ലിക്റാം. മഹത്വത്തിൻ്റെയും ബഹുമതിയുടെയും ഉടമയായ അല്ലാഹുവേ. ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ അല്ലാഹുവിൻ്റെ മഹത്വം ഓർത്ത് വിനയം നമുക്ക് വർദ്ധിക്കും. നമ്മുടെ മനസ്സിന് വലിയ സമാധാനം കിട്ടുകയും നമ്മുടെ ഹൃദയങ്ങൾക്ക് നൂറും പ്രകാശവും ലഭിക്കും. ഏഴാമത്തെ ദിവസം ചൊല്ലാവുന്ന ദിക്ർ യാ അല്ലാഹു യാ ഹുവ, യാ അല്ലാഹു യാ ഹുവ, യാ അല്ലാഹു യാ ഹുവ. അല്ലാഹുവേ, നീ മാത്രമാണ് സത്യസന്ധമായ ആരാധനയ്ക്കർഹൻ. ഇതുപോലെ 7 ദിവസം ഈ ദിക്റുകൾ 7 ദിവസമായിട്ട് ചൊല്ലി 100 പ്രാവശ്യം വീതം ചൊല്ലുക. 100 പ്രാവശ്യം എണ്ണം പറയുന്നെങ്കിൽ എത്ര തവണ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നു അത്രത്തോളം നമ്മുടെ ആഗ്രഹങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ഒരുപാട് സഹായിക്കും. ഇത്ര എണ്ണം കൂടുന്തോറും നമ്മളുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടിക്കൊണ്ടേയിരിക്കും.
ദിവസവും മുടങ്ങാതെ ചെല്ലുക. ആ ദിവസം ചെല്ലിയതിന് ശേഷം നിങ്ങളുടെ എന്താണോ ആഗ്രഹങ്ങൾ, എന്താണോ സ്വപ്നങ്ങൾ, എന്താണോ നടക്കാത്ത സ്വപ്നങ്ങൾ, അതെല്ലാം നിങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യുക. അത് ഈമാനോടുകൂടി തവക്കൽ ചെയ്ത് വേണം ദുആ ചെയ്യാൻ. എങ്കിൽ മാത്രമേ അതിന് ഫലം കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ഒന്ന് ചൊല്ലിപ്പോയത് കൊണ്ട് യാതൊരു ഫലവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഈ മനോഹരമായ ദിക്റുകൾ നാവിൽ മാത്രമല്ല നമ്മുടെ ഹൃദയത്തോടു കൂടിയും ചൊല്ലൂ. യാ റഹ്മാൻ യാ റഹീം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹന്നാനു യാ മന്നാനു യാ ദൽ ജലാലി വൽ ഇക്റാം. ചെറിയ ദിക്റല്ലേ, ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റുന്നതല്ലേ ദിക്റുകൾ. അത് എപ്പോഴും നമ്മുടെ നാവിൽ വന്നുകൊണ്ടിരുന്ന അത്രയും പ്രയാസങ്ങളും ദുഃഖങ്ങളും നമുക്ക് മാറിക്കിട്ടും. എന്ത് പ്രതിഫലമുള്ള ദിക്റുകളാണെന്നോ ഇതെല്ലാം. ഇങ്ങനെ അള്ളാഹുവിനെ വിളിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. ജീവിതത്തിൽ എത്ര വലിയ വിഷമം ഉണ്ടായാലും നമ്മുടെ നാഥനെ വിളിക്കുന്ന ഒരു ഹൃദയം ഒരിക്കലും തകർന്നു പോകില്ല. ഏത് പ്രയാസഘട്ടത്തിലും നമ്മൾ അള്ളാഹുവിനെ വിളിച്ച് ഈ ഓരോ ദിക്റുകളും വിളിച്ച് ചൊല്ലുന്നതിലൂടെ നമ്മുടെ പ്രയാസങ്ങൾക്കും ഉത്തരം കിട്ടും. അള്ളാഹു നമ്മുടെ എല്ലാ ദുആകളും സ്വീകരിക്കട്ടെ. നമ്മുടെ വീടുകളിലും ജീവിതത്തിലും ബർക്കത്തും സമാധാനവും നിറയട്ടെ. ആമീൻ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട്